Hi all, welcome back to Aifer Education. So ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സോ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് നമ്മുടെ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ബട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ്? ബേസിക്സ് ഓഫ് ഇക്കണോമിക്സ് ആണ്. സോ ഇക്കണോമിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൂടെ ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞവരായിക്കോട്ടെ, +2 ആയിക്കോട്ടെ, UG ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, ഏത് സ്ട്രീമിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളോട് തന്നെ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഏതൊക്കെ സബ്ജക്റ്റാണുള്ളത് ചോദിച്ചാൽ നമ്മൾ പറയും എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവർ ചോദിക്കുക എന്താ ഈ എക്കണോമിക്സ്? അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കൂട്ടിമുട്ടിക്ക് സംസാരിക്കും അല്ലേ, അത് കൺസ്യൂമറെ പറ്റി പഠിക്കുന്നതാണ്, അത് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നതാണ്, അത് ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് അറിയുന്നത്. കാരണം ഇക്കണോമിക്സ് വേരിയബിളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യാറല്ലേ, നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എന്താണ് എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ നോക്കൂ കേട്ടോ. സോ നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ എന്താണ് 10th ഒക്കെ കഴിഞ്ഞപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത സമയത്ത് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്ത് വന്നാൽ തന്നെ ഞാൻ ജസ്റ്റ് എന്താണ് സബ്ജക്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഞാനന്ന് എക്കണോമിക്സ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കില്ലേ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അണ്ടറിൽ എന്താണ് പഠിക്കാനുള്ളത്, എക്കണോമിക്സിൽ എന്താണ് പഠിക്കാനുള്ളത്, നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അല്ലേ. 10th നമുക്കിത് പഠിക്കാനില്ലായിരുന്നു. അപ്പോൾ +1 എത്തുന്ന സമയത്ത് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, എന്തായിരിക്കും അതിനെപ്പറ്റി പഠിക്കാനുള്ളത് എന്നുള്ളൊരു ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ അന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് എക്കണോമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഗൂഗിൾ ചെയ്യും അല്ലെങ്കിൽ ChatGPTയോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡെഫിനിഷൻ കിട്ടും, എന്താണ് എക്കണോമിക്സ് ചോദിക്കുന്ന സമയത്ത്. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കളക്ഷൻ ആയിരിക്കാം, അല്ലെ ചിലപ്പോൾ ഡിമാൻഡ് ആയിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റ് ആയിരിക്കാം. അങ്ങനെ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് അതിൻ്റെ ബേസിക് എന്നുള്ളത് നമ്മൾ എന്തായാലും നോക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഐ സ്വെയർ ദാറ്റ്. ഞാൻ കറക്റ്റ് പറയാമല്ലോ, നിങ്ങൾക്ക് ഇത് 100% യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്താണ് എക്കണോമിക്സ് നോക്കാം അല്ലേ, എന്തായിരിക്കും. സോ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, എന്നിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുക എന്താണ് എക്കണോമിക്സ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നവരായിരിക്കില്ല, നിങ്ങളിപ്പോൾ PG അല്ലെങ്കിൽ UG ഒക്കെ ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കുക എന്താണ് എക്കണോമിക്സ് എന്നുള്ളത്, എന്താണ് നിങ്ങൾക്ക് എക്കണോമിക്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ ഇന്നത്തെ നമ്മുടെ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദെൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. യെസ്. സോ നമ്മൾ ഇന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഇക്കണോമിക്സിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ടച്ച് ചെയ്തത് പറയാൻ പറ്റും. എന്തിന് എക്കണോമിക്സ് വന്നത്, എന്തിനാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കണം അല്ലേ, എന്തിനാ പഠിക്കണം എന്നുള്ളതല്ലേ, എന്തിന് നമ്മൾ എക്കണോമിക്സ് പഠിക്കണം എന്നതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഉത്തരമാണ് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് പറയുന്നത്, ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് ഈസ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കെയർ മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ്. സോ ലിയണൽ റോബിൻസ് ആണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഇക്കണോമിക് സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ഡെഫിനിഷനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു ഡെഫിനിഷൻ വായിച്ചപ്പോൾ തന്നെ ചിലർക്കൊക്കെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഫസ്റ്റൊക്കെ വായിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ വായിച്ച സമയത്ത് എനിക്ക് വലിയ ഒരു കണക്ഷൻ തോന്നിയിട്ടില്ല. പിന്നീട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആലോചിച്ച സമയത്ത് ഇറ്റ്സ് ട്രൂ അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. സോ നമുക്ക് എന്തായാലും അതിൽ നിന്ന് അനലൈസ് ചെയ്യാം അല്ലേ. സോ എന്താ പറയുന്നത്, ഇക്കണോമിക്സ് ഈസ് എ സയൻസ്. ഒബ്വിയസ്ലി നമുക്ക് പറയാം ഇക്കണോമിക്സ് എന്താണ്, ഒരു സയൻസ് ആണ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ അല്ലേ പഠിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഡിമാൻഡിൻ്റെ കേസ് എടുക്കുക, അവിടെ കൺസ്യൂമർ ഉണ്ട്. നമ്മൾ സപ്ലൈൻ്റെ കേസ് എടുക്കുക, അവിടെ പ്രൊഡ്യൂസർ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസറും ഉണ്ട് അല്ലേ. കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസംഷൻ തിയറിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഏതൊരു ബ്രാഞ്ച് എടുക്കുകയാണെങ്കിലും, എക്കണോമിക്സിന് ഏതൊരു ബ്രാഞ്ച് എടുക്കുകയാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള എന്താണ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ അല്ലേ. അത് കണക്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ഹ്യൂമൻ ബിഹേവിയറുമായിട്ടാണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ദ ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരാണ്, എൻസ് ആൻഡ് സ്കെയർ ആണ്, മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ്. സോ ഇവിടെ ആയിരിക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. സയൻസ് ആണെന്നറിയാം, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് അറിയാം. ഇതെന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്, എൻസ് ആൻഡ് സ്കെയർ ആണ്, വിച്ച് മീൻസ് ദേ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ്. ഈ ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ടെൻഷനൊന്നും ആവണ്ട. ഓക്കെ ഫൈൻ. യെസ്, ഫസ്റ്റ് നമ്മളോട് പറയാണ് എൻസ് ആൻഡ് സ്കെയർ ആണ്. ദാറ്റ് മീൻസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് നമുക്ക് നോക്കാം. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഫൈൻ.
സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ എക്സാക്ട് മലയാളം വേർഡ് അറിയാം അല്ലേ. സോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മളിപ്പോൾ ഏതൊരു ഇക്കോണമി എടുക്കാം, ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യ ആയിക്കോട്ടെ US ആയിക്കോട്ടെ, ഏതൊരു ഇക്കോണമി എടുക്കുകയാണെങ്കിലും ബേസിക്കലി എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? റിസോഴ്സസ് ഒക്കെ സ്കെയർ ആണ് അല്ലേ. അതായത് നമുക്ക് എന്താണോ ആവശ്യമുള്ള റിസോഴ്സസ് അതൊക്കെ സ്കെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വാൺസോ, നമ്മുടെ വാൺസ് എന്താണ് അവിടെ? വാൺസ് ആർ അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് റൈസ് ബിരിയാണിൻ്റെ കേസല്ല കേട്ടോ, വാൺസ് ആർ അൺലിമിറ്റഡ്. ദാറ്റ് മീൻസ് റിസോഴ്സസ് കുറവാവുകയും പ്ലസ് അതിൻ്റെ കൂടെ ആ റിസോഴ്സിനോടുള്ള നമ്മുടെ ആവശ്യം കൂടുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ ഏതൊരു റിസോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനെന്താണ് ആക്ച്വലി, അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബ്രെഡിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രെഡ് മേടിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ ബ്രെഡ് സ്റ്റോക്ക് ആയിരിക്കും. നമ്മൾ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചാൽ മതി, ബ്രെഡ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാം. ദാറ്റ് മീൻസ് ഒരു റിസോഴ്സസ് നമ്മൾ എടുക്കുന്ന സമയത്ത്, ആ ഒരു ബ്രെഡിൻ്റെ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ലോട്ട്സ് ഓഫ് വാൺസ് ഉണ്ട് അതിനെക്കൊണ്ട്. ദാറ്റ് മീൻസ് അതിനെക്കൊണ്ട് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഒരൊറ്റ യൂസാണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഒരിക്കലുമല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസേഴ്സ് അതിനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മെയിൻലി അനലൈസ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. എന്തിൽ? നമ്മുടെ എക്കണോമിക്സിൽ. ഒന്ന് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്, റിസോഴ്സസ് കുറവാണ്, പ്ലസ് ആ റിസോഴ്സസിന് മുകളിലുള്ള നമ്മുടെ വാൺസ് അൺലിമിറ്റഡ് ആണ്, പ്ലസ് ഓരോ വാൺസിനും ദാറ്റ് മീൻസ് ഓരോ റിസോഴ്സിനും, വാൺസ് അല്ല ഓരോ റിസോഴ്സസിനും അതിൻ്റേതായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഈ ഒരു 3 ബേസിക് പ്രോബ്ലത്തിൽ നിന്നാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഇക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതും ഇക്കണോമിക്സ് തമ്മിൽ എന്താ ബന്ധം? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏതൊരു കൺട്രീൻ്റെ ഇക്കോണമി സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്, ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകേണ്ടതുണ്ട്. എല്ലാവർക്കും വെൽഫെയർ വേണ്ട, എന്നാൽ മാത്രമേ നമുക്കൊരു കൺട്രീന് അത്രയും വെൽഫെയർ ഇക്കോണമി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട 3 ക്വസ്റ്റ്യൻസുകളുണ്ട്. ഈ ഒരു 3 പ്രോബ്ലം ഉണ്ട് കേട്ടോ, പ്ലസ് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കൺട്രിയിലും സോൾവ് ചെയ്യണം. ഈ ഒരു സോൾവ് ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി എന്താണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പഠിക്കുന്നത്. ഈ ഒരു 3 പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കണോമിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഇക്കണോമിക്കൽ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊരു ഇക്കോണമി എടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാ, അതിൻ്റെ മെയിൻ സോഴ്സ് ആയിട്ട് വരുന്നത് അവിടുത്തെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സും ഹ്യൂമനിൻ്റെ അൺലിമിറ്റഡ് വാൺസും ഓരോ റിസോഴ്സിനും അതിനുണ്ടാകുന്ന ഓൾട്ടർനേറ്റീവ് യൂസസുമാണ്. ഇതാണ് ഏതൊരു ഇക്കോണമിയിൽ ബേസിക് ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് പ്രോബ്ലത്തെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം, ഈ ഒരു 3 ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇക്കോണമിയെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എത്ര തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് എന്ന് പറഞ്ഞാലും അവിടെ എന്താണ് ഇക്കണോമിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇക്കണോമിക്കലായിട്ടുള്ള പല വേരിയബിളും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അതിനെ സോൾവ് ചെയ്യും. ഫൈൻ, ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് പറയുന്നത് ഇക്കണോമിക്സിൻ്റെ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ചോദിക്കുന്നത്. നമ്മൾ ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഏത് ഇക്കോണമി എടുക്കുകയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മളോട് ഉണ്ടാവും. വാട്ട് ടു പ്രൊഡ്യൂസ്, നമുക്കറിയാം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ആണ്, അൺലിമിറ്റഡ് വാൺസ് ആണ്, അതുപോലെ തന്നെ ഓരോ റിസോഴ്സസിനും ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തിന് ബേസ് ചെയ്യുന്നുണ്ട്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സും പ്ലസ് അൺലിമിറ്റഡ് വാൺസ് പ്ലസ് റിസോഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇക്കോണമിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ബേസിക് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്കണോമിക്സിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്കൊരു സ്ട്രോങ് ഇക്കോണമിയെ ബിൽഡ് ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് ഇക്കണോമിക്സ്. ഇതാണ് ഇക്കണോമിക്സ്. അല്ലാതെ നിങ്ങൾ ഏതൊരു തിയറി പഠിച്ചോട്ടെ, ജസ്റ്റ് എക്സാമിന് ഈ തിയറി വരല്ലോ, ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാമെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഏതൊരു തിയറി ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഈ ഒരു ബേസ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ലോജിക്കൽ വേയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ബേസിക് ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റടാ. റിയൽ ലൈഫിൽ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിയൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രശ്നമായിട്ട് വരില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ലൊരു ഇക്കോണമിയെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യും. നമ്മളൊക്കെ ഇക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രിയോട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ? ഫൈൻ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വാട്ട് ടു പ്രൊഡ്യൂസ്. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തായിരിക്കും പറയുന്നുണ്ടാവാം? ദ ഫേം പ്രൊഡ്യൂസർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ബിക്കോസ് ദേ ആർ വില്ലിംഗ് ടു പേ ഫോർ ദെം. ദിസ് ഈസ് ഗൈഡഡ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് ദി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതായത്
നമ്മളിപ്പോൾ ഇന്ത്യൻ്റെ കേസിന് എടുക്കാവുന്ന സമയത്ത് നമ്മൾ നോക്കുക എന്താണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ഉണ്ട്, അൺലിമിറ്റഡ് വാണ്ട്സ് ഉണ്ട്, റിസോഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ് ഉണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി നമുക്കൊരു ആൻസർ ഉണ്ടായിരിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണോ അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, നീടുള്ളത് എന്താണോ അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഡിമാൻഡഡ്. നമ്മുടെ നീഡിനനുസരിച്ചല്ല നമ്മൾ ഡിമാൻഡ് ഉണ്ടാവും. നമ്മൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് ആക്ച്വലി ആ ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്ലസ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചുള്ള ആ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ആ ഒരു കേസിൽ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ആക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുകയും ചെയ്യും. ദാറ്റ്സ് എ ബേസിക് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്താണോ, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണോ അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ്റെ കേസ് എടുക്കാം. ഇന്ത്യൻ്റെ അമേരിക്കേൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താ നമുക്കറിയാം ഒരുപാട് പോവേർട്ടി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്, ആളുകൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ എത്തിക്കുക, ഷെൽട്ടർ, ഫുഡ്, ക്ലോത്ത് ഇതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം. അവിടെ നമ്മുടെ നീഡെന്ന് പറയുന്നത് എന്താണ്, ഈ അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്നാൽ ഇത് നമ്മൾ അമേരിക്കൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഓൾമോസ്റ്റ് എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് മൈനറിൻ്റെ കേസ് നമുക്ക് ഒബ്വിയസ്ലി അറിയില്ല, എങ്കിൽ കൂടെ നമ്മൾ പുറമേ നോക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വലി കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എക്സാക്ട്ലി അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്താണ് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയ നീഡ്സ് എന്തായിരിക്കും, കൂടുതൽ ടെക്നോളജി ആവും, കൂടുതൽ ഇന്നോവേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നീഡ് രണ്ടാൾക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു കൺട്രിയിൽ ആളുകൾ എന്താണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് അതായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്കണോമിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ നമ്മളോട് ചോദിക്കുകയാണ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് pertain to the method and the technologies. Methods ആണ്, technologies ആണ് used in the production process. This involves a decision regarding the combination of the labor, capital and other inputs in the produce goods and services. ഒന്നില്ല എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. വാട്ട് ടു പ്രൊഡ്യൂസ് ചോദിച്ചാൽ നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം, എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ അമേരിക്കൻ്റെയും ഇന്ത്യൻ്റെ കേസ് തന്നെ നമ്മൾ എടുക്കാം. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. സോ ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടായിരിക്കും, ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബറിനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ അമേരിക്കൻ കേസ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ ടെക്നോളജിയാണ്, കൂടുതൽ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ കൺട്രിയിലും എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലേബേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് ലേബേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അമേരിക്കയിൽ ക്യാപിറ്റൽ അവൈലബിൾ ആയതുകൊണ്ട് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടെക്നോളജി ഇന്നോവേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കാലേ എന്താവും, ഇന്ത്യയിലേക്ക് ഈ സാധനങ്ങളൊക്കെ വരും, ടെക്നോളജി വരും, ഇന്നോവേഷൻസ് വരും. അപ്പോൾ ഇന്ത്യ എന്താവും, ലേബേഴ്സിൻ്റെ യൂസ് കുറച്ചുകൊണ്ട് ടെക്നോളജി ഇന്നോവേഷനൊക്കെ ആക്കി വരും. അപ്പോൾ ഏത് മെത്തേഡിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ നമ്മളോട് ചോദിക്കുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് കൺസേൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് എമോങ് ദ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. നമുക്കറിയാം കൺട്രിയിലെ പീപ്പിളിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ എ മാർക്കറ്റ് ഇക്കോണമി ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽസ് പർച്ചേസിംഗ് പവർ ഓർ എബിലിറ്റി ടു പേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒന്നുമില്ല, നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ നീഡ് ആർക്കാണോ, നീഡി പീപ്പിളിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നീഡി പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പർച്ചേസിങ് പവറുള്ള നീഡിയും പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പ്ലസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പർച്ചേസിങ് പവർ കുറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വഴിയൊക്കെ എന്ത് ചെയ്യും, അതുപോലെ തന്നെ സബ്സിഡിയൊക്കെ വഴി എന്ത് ചെയ്യും, അവരത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അവിടെ ഒരു വെൽഫെയർ എക്കോണമി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഇക്കോണമി ഏറ്റവും സ്റ്റെബിലൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇത്ര തന്നെയുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ഇക്കണോമിക്സ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്, സ്കേഴ്സിറ്റി കണ്ടു അല്ലേ. ഈ ഒരു സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ്, അതുപോലെ തന്നെ അൺലിമിറ്റഡ് വാണ്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഓരോ റിസോഴ്സിനും ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ്, ഈ ഒരു ബേസിക് 3 ഫണ്ടമെൻ്റൽ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കൺട്രീനെയും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഈ ഒരു 3 പ്രശ്നവും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഇക്കോണമി ഏറെ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ ഇവിടെ എന്താണ് ആക്ച്വലി ഇക്കണോമിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാക്രോ എക്കണോമിക് വേരിയബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എടുക്കാം.
ഇൻഫ്ലേഷൻ എടുക്കുക, പ്ലസ് എന്താണ് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എടുക്കുക. ഇതൊക്കെ എന്താണ് ഒരു മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ്, പ്ലസ് എന്താണ് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ് ഇക്കോണമിയിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ പല പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ ഒക്കെ വർക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ കുറച്ച് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇക്കണോമിക്സ് വേരിയബിൾ ത്രൂ തന്നെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനെ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇക്കണോമിക്സ് വേരിയബിൾ ആണ് ഇത് പറയുന്നത് മണി സപ്ലൈ എന്ന് പറയുന്നത്. മണി സപ്ലൈ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? മോണിറ്ററി പോളിസി ത്രൂയോ അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി ത്രൂയോ നമ്മൾ എന്ത് ചെയ്യും? മണി സപ്ലൈ കൺട്രോൾ ചെയ്യും. ബൈ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലേഷനെയും അൺഎംപ്ലോയ്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് ഇക്കോണമി പോകുന്നുണ്ടെങ്കിൽ കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇക്കോണമിയിൽ ഉണ്ടായിരിക്കും. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇക്കണോമിക് വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. അങ്ങനെ തന്നെ ഒരു സ്ട്രോങ് ഇക്കോണമി ബിൽഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കൂടെ മാത്രമാണ് ആക്ച്വലി എന്ത് വർക്കിംഗ് ആവുന്നത്? നമ്മുടെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് വർക്കിംഗ് ആവുന്നത്. ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. ഇതാണ് ശരിക്കും എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആരെങ്കിലും എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇതില്ലാതെ പറയരുത് കേട്ടോ. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം വേണം. കാരണം നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. നമുക്ക് ഇനി പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇക്കണോമിക്സിൽ തന്നെ ചില ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഡിമാൻഡ്, സപ്ലൈ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓഫ് ഡിമാൻഡ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ബേസിക്കലി നോക്കാൻ പോകുന്നത്. ഇതൊക്കെ എക്കണോമിക്സിലെ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് കടക്കാം. സോ അതിന് മുമ്പായിട്ട് ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആരാ? ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഒരുപാട് പേര് എക്കണോമിക്സിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആഡം സ്മിത്തിനെ ഇതിൻ്റെ ഒരു ഫാദറായിട്ട് അറിയപ്പെടുന്നത്? സോ അതിന് ഒരു സിമ്പിൾ റീസൺ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം, പബ്ലിഷ്ഡ് ഇൻ 1776. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ തോട്ട്സ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പറയുന്നത്? ഫാദർ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫൈൻ. ദെൻ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് ഡിമാൻഡ് എന്ന് നോക്കും. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ദി ഡിമാൻഡ് കർവ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്, എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ. ദെൻ എന്താണ് ഡിമാൻഡ്? നമ്മൾ പലപ്പോഴും പറയില്ലേ ഭയങ്കര ഡിമാൻഡാണോ നമുക്ക് പറയില്ലേ, അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡാണോ എനിക്ക്, അതാണോ ഡിമാൻഡ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? നമ്മളൊരു മാർക്കറ്റിൽ പോകുന്നു, എനിക്ക് ആ ഒരു സാധനം വേണം, ദാറ്റ്സ് മൈ ഡിമാൻഡ്, അങ്ങനെ പറയും. പക്ഷേ ഇക്കണോമിക്കൽ ടേമിൽ വരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവില്ല. അവിടെ ഇക്കണോമിക്സിൽ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. ദ ഡിമാൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡിസൈർ ഫോർ എ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ബൈ അറ്റ് ഗീവ് ടൈം ആൻഡ് ഗീവ് പ്രൈസ്. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള 3 വേർഡ്സ് നോക്കാം. ഡിസയർ നോക്കുക, എബിലിറ്റി നോക്കുക, വില്ലിങ്നെസ് നോക്കുക. ദാറ്റ് മീൻസ് ഒരാൾ മാർക്കറ്റിൽ പോവാണ്, അയാൾക്ക് ആ ഒരു സാധനത്തിന് മുകളിൽ ഡിമാൻഡ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ അയാൾ എന്ത് ചെയ്യണം? ഡിസയർ ചെയ്തിരിക്കണം. ആ ഒരു സാധനം വാങ്ങാൻ വേണ്ടി അയാൾ ഡിസയർ ചെയ്തിരിക്കണം. എങ്ങനെ? അയാളത് ഡിസയർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ എന്താ പറയുന്നത്? എബിലിറ്റി. അയാൾക്കത് വാങ്ങാനുള്ള കഴിവുണ്ടാവണം. ദാറ്റ് മീൻസ് എബിലിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ എന്താണ്? വില്ലിങ്നെസ്. അയാൾ അതിന് തയ്യാറാവണം, അത് വാങ്ങാനുള്ള തയ്യാറാവണം. ദാറ്റ് മീൻസ് വില്ലിങ്നെസ് ആണ് കേട്ടോ. സോ കഴിവ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ? അത് ബൈ ചെയ്യാനുള്ള കഴിവുണ്ടാകുന്ന പറയുമ്പോൾ അയാൾക്ക് പൈസ വേണം, ഇൻകം വേണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ കൂടി ചേർന്നാൽ എന്ത് പറയാൻ പറ്റുള്ളൂ? ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ ആ ഒരു ഗിവൺ പ്രൈസ് ലെവൽ അയാൾക്ക് അതിൻ്റെ മുകളിൽ ഡിമാൻഡ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ഡിസയർ വേണം, എബിലിറ്റി വേണം, വില്ലിങ്നെസ് വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഡെഫിനിഷനൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത്. ഡിമാൻഡിൻ്റെ ഡെഫിനിഷനിൽ കുറച്ച് ബ്രാക്കറ്റ് ഇട്ടിട്ട് സാധനങ്ങൾ ചോദിക്കും. എബിലിറ്റി പറയും, ഡിസയർ പറയും, വില്ലിങ്നെസ് പറയും, വേറെ ഏതൊരു ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അത് ചൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇറ്റ് ഈസ് എ ബേസ് ആണ്, ബട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ മീറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ്? അയാൾക്ക് ഇതിന് മുകളിൽ ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരാളുടെ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക? സിമ്പിളി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ മാർക്കറ്റിൽ പോവാണ്, നിങ്ങൾക്ക് സാധനങ്ങൾ വേണം. നിങ്ങൾ ആ ഒരു സാധനം വാങ്ങാനുള്ള നിങ്ങളുടെ ഡിസൈറിനെയും നിങ്ങളുടെ വില്ലിങ്നെസ്സിനെയും നിങ്ങളുടെ എബിലിറ്റിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട്, ഇൻകം ഉണ്ട് അല്ലേ? നമ്മൾ പ്രൈസ് നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങുള്ളൂ. പിന്നെ എന്താണ്? നമ്മുടെ ഇൻകം എഫക്റ്റ് ചെയ്യും, പിന്നെ നമുക്കത് ഇഷ്ടമാവണം അല്ലേ? അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് നോക്കാം. യെസ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ഇവിടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ പറയണത് എന്താണ്? പ്രൈസ്. ഒബ്വിയസ്ലി നമുക്ക് പറയാം ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന എന്താണ്? പ്രൈസസ് ഓഫ് ദി ഗുഡ്സ് ആണ് അല്ലേ? ഗുഡ്സിൻ്റെ പ്രൈസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും വാങ്ങുന്നുണ്ടാവുക. രണ്ടാമത് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ.
ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു സാധനത്തിനോട് ഇഷ്ടം തോന്നണം. അല്ലാതെ ചുമ്മാ പ്രൈസ് കുറഞ്ഞ് വിചാരിച്ച് അത് കുറേ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് ഇഷ്ടം തോന്നണമല്ലേ. ദാറ്റ് ഈസ് എ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ദെൻ വരുന്നത് ഇൻകം ഓഫ് ദി പീപ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ എത്രത്തോളം മണി ഉണ്ട് എന്നതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇൻകം ഓഫ് ദി പീപ്പിൾ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ഞാൻ വില്ലിംഗ് ആണ്, ഞാൻ ഡിസയറാണ്, നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ആ സാധനം, ആ വില ഒന്നും നോക്കാതെ നമുക്ക് മേടിച്ച് വരാൻ പറ്റും? ഒരിക്കലില്ല. നമ്മുടെ ഇൻകം അവിടെ കൺസിഡർ ചെയ്യണം. സോ ഇൻകം ഓഫ് ദി പീപ്പിൾ ആണ്. ദെൻ വെൽത്ത്, നമ്മുടെ വെൽത്ത് ഒബ്വിയസ്ലി അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവാം. ചേഞ്ചസ് ഇൻ ദി പ്രൈസസ് ഓഫ് ദി റിലേറ്റീവ് ഗുഡ്സ്. എന്താണ് റിലേറ്റീവ് ഗുഡ്സ്? സോ റിലേറ്റീവ് ഗുഡ്സിൽ നമുക്ക് പരിചയപ്പെടേണ്ട 2 ഗുഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ് കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ്. ഇതില്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചായ ഇല്ലെങ്കിൽ ഞാൻ കോഫിയും കുടിക്കും, അതിനാണ് നമ്മൾ എന്താ പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിനുണ്ടാവുന്ന വിലക്കനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യും? ഡിമാൻഡിൽ മാറ്റങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടീ ആണ് കുടിക്കുന്നതെന്ന് വിചാരിക്കുക. ടീ ആൻഡ് കോഫി രണ്ടും നിങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് ടീ കുടിക്കാമെന്ന് വിചാരിക്കാം. ടീ കുടിക്കുന്ന സമയത്ത് ടീ മീൻസ് ചായപ്പൊടിൻ്റെ പൈസ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? കോഫി ആയാലും മതി. ദാറ്റ് മീൻസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡായിട്ടുള്ള കോഫിയിലേക്ക് മാറും. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ്, ടീൻ്റെ ഡിമാൻഡിൽ എന്ത് വരും? കുറവ് സംഭവിക്കും. സോ അതിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉദാഹരണം പറയാം, ഷൂ ആൻഡ് ഷോക്സ് എടുക്കാം. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി? ഷൂവിൻ്റെ പ്രൈസ് കൂടിയെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാണ്? ഷൂവിൻ്റെ പ്രൈസ് കൂടിയെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി നമുക്ക് എന്ത് പറയാം? ഷോക്സിൻ്റെ ഡിമാൻഡിൽ കുറവ് സംഭവിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷോക്സിൻ്റെ ഡിമാൻഡിൽ എന്ത് ചെയ്യും? കുറവ് സംഭവിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? കോംപ്ലിമെൻ്ററിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ എന്ത് ചെയ്യും? ഡിമാൻഡുകളും പ്രൈസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സിമ്പിൾ കോൺസെപ്റ്റാണ്. ദെൻ കൺസ്യൂമർ എക്സ്പെക്ടേഷൻ. കൺസ്യൂമർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന് അയാളുടെ പ്രൈസ് ആവാം, രണ്ട് അയാളുടെ ഇൻകം ആവാം. ഒന്ന് എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. അതായത് അയാൾ വിചാരിക്കുകയാണ് ഒരു ആഴ്ച കഴിയുമ്പോഴത്തേന് ഈ ഒരു സാധനത്തിൻ്റെ വില നല്ല രീതിയിൽ കൂടുമെന്ന് വിചാരിക്കുക, പ്രൈസ് കൂടുമെന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്യും? ദിസ് വീക്കിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി അയാൾ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അയാളുടെ എക്സ്പെക്ടേഷൻ ആണ് അവിടെ ഡിമാൻഡ് കൂട്ടാൻ കാരണമായത്. സെക്കൻഡ് ഇൻകം ആണ്. അടുത്ത മാസം മുതൽ എനിക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഇൻകം കിട്ടും, അതുകൊണ്ട് അന്നേരം സേവ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് സേവ് ചെയ്യേണ്ടതും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിമാൻഡ് ചെയ്യുക. ദാറ്റ് ഇസ് എ ഇൻകം എക്സ്പെക്ടേഷനാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിമാൻഡ് കൂടുന്നുണ്ടാവാം. ഓക്കെ, ഇനിയിപ്പോൾ പ്രൈസ് കുറയും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? ഡിമാൻഡ് ഈ മന്ദത്തെ കുറയുന്നുണ്ടാവാം. ഇൻകം കുറയും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഡിമാൻഡ് ഈ മന്ദിൽ ചിലപ്പം കൂടുന്നുണ്ടാവാം. ഓപ്പോസിറ്റും സംഭവിക്കാം. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ്. നമ്പർ ഓഫ് കൺസ്യൂമർ നമുക്കറിയാം. ഇന്ത്യ എന്തുകൊണ്ടൊരു മാർക്കറ്റായിട്ട് മാറുന്നു? ഇവിടെ അധികം കൺസ്യൂമേഴ്സ് ഉണ്ട്. സോ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് കൂടുമ്പോൾ ആക്ച്വലി എന്താണ്? ഡിമാൻഡ് കൂടും. ക്ലിയർ അല്ലേ? പിന്നെ എന്താണ്? ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. എത്രത്തോളം ഇൻകം ആളുകളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഡിമാൻഡിൽ എന്ത് ചെയ്യും? വേരിയേഷൻസ് സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ ഒരു ഫാക്ടേഴ്സും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയുക? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. സിമ്പിളാണേ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ ദി കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ഓവൺ പ്രൈസസ് ഓഫ് ദി കമ്മോഡിറ്റി. നമുക്കറിയാം ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ഹിസ് ഇൻകം എന്ത് ചെയ്യും? ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. പ്രൈസസ് ഓഫ് ദി റിലേറ്റീവ് ഗുഡ്സ് എന്ത് ചെയ്യും? ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. അതെന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ഗുഡ്സ് ആയിരിക്കാം. ഹിസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്യും? ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യും? ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. ദെൻ എന്താ? പ്രൊഡ്യൂസർ ഫോർ ദി കമ്മോഡിറ്റി അല്ലേ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയാം? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. എത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയേക്കാം. ക്ലിയർ? ദെൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദ ജനറൽ ഫംഗ്ഷണൽ ഫോം ഓഫ് ദി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഇതെന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേരിയബിൾ എന്തിനോ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈസ് ആവാം, ഇൻകം ആവാം, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആവാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആവാം, അഡ്വർടൈസ്മെൻറ്റ് ആവാം. അപ്പോൾ ഈ ഒരു വേരിയബിൾ എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും.
ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഈ ഒരു വേരിയബിൾ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഈ ഒരു വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും റൈറ്റ് സൈഡിലുള്ള ആ ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് പറയും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് നോക്കാം. ദെൻ എന്താ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രൈസസ് ഓഫ് ദി ഗുഡ്സ് അല്ലേ, പിന്നെ അതുപോലെ തന്നെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രൈസസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ഡിമാൻഡിനെ റിലേറ്റ് ചെയ്ത് പറയുന്നത് എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രൈസസ് ഓഫ് ദി ഗുഡ്സ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പല ഇക്കണോമിക്കലായിട്ടുള്ള അനലൈസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഇത്രയും വേരിയബിളിനെ കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ വേരിയബിളിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു പക്ഷേ ഡിമാൻഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തായിരിക്കാം? പ്രൈസസ് ആയിരിക്കും. അപ്പോൾ അതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഇക്കണോമിക്സിൽ പൊതുവേ കാണുന്നത്. ഇത്രയും കാണാതെ ഈ ഒരു ഇക്വേഷൻ എക്കണോമിക്സിൽ കാണുന്നതിൻ്റെ റീസൺ ആണത്. സോ നമുക്ക് നോക്കാം. ഫോർ മെനി പേർപ്പസ് ഇൻ ദി ഇക്കണോമിക്സ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഫോക്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് ഇറ്റ്സ് ഓവൺ പ്രൈസ് വൈൽ കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. ഇവിടെ അതർ ഫാക്ടേഴ്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതിന് നമ്മളൊരു ടേം പറയും കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇക്വേഷൻ മാത്രമായിരിക്കും എന്ത് പറയുക എക്കണോമിക്സ് അധികം നമ്മൾ യൂസ് ചെയ്യാം. ഇത്രയും വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? ചിലപ്പോൾ ഒരു തിയറി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴത്തേനും മറ്റേത് പോകും. അപ്പോൾ നമുക്കറിയാം കുഞ്ഞു കുട്ടികളുടെ വീട്ടിലുള്ള അവസ്ഥ നമുക്കറിയാം. എന്താ ഒരു കുട്ടീനെ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോഴത്തേനും അടുത്ത കുട്ടി പോകും. ഇതേ സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഇക്കണോമിക്സിലെ പല അനലൈസിസും നമ്മൾ എന്ത് ചെയ്യാണ്? സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രൈസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊന്നുമില്ല. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡോട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങളൊരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് വാങ്ങുന്നത് കുറയ്ക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം അല്ലേ? The law of demand expresses the functional relationship between price and quantity demanded. According to the law of demand, other things being equal, if the price of the commodity falls, price of the commodity falls ആണ്, പ്രൈസ് കുറയുമ്പോൾ then the quantity demanded it will be rise, quantity demanded എന്ത് ചെയ്യും? കൂടും. And if the price of the commodity rises, പ്രൈസ് കൂടാണെങ്കിൽ the quantity demanded will decline, quantity demanded കുറയും. Thus according to the law of demand there is a inverse relationship between price and quantity demanded, other things remains constant. ഈ other things remains constantനെ നമ്മൾ ഇക്കണോമിക്സിൽ പറയുന്ന ഒരു വേർഡാണ് എന്ത്? സിറ്ററിസ് പാരിബസ്. സിറ്ററിസ് പാരിബസ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ചെയ്തത് നമുക്ക്. സിറ്ററിസ് പാരിബസ്. അതായത് നമ്മൾ പ്രൈസിനെ മാത്രമല്ല ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന എത്രയോ ഫാക്ടർ ഉണ്ട്. ഇന്ന റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് ഒന്നും ആയിരിക്കില്ല. നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ പ്രൈസ് നോക്കിയിട്ട് മേടിക്കും ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇക്കണോമിക്കലായിട്ടുള്ള അനലൈസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൈസിനെ മാത്രം എടുക്കും. ബാക്കിയുള്ള ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെല്ലാം തന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ഈ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് പറയാം? സിറ്ററിക് പാരിബസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ നമ്മളിനി ഡിമാൻഡ് ഷെഡ്യൂൾ എന്താ നോക്കൂ കേട്ടോ. The demand schedule and the law of demand state the relationship between price and quantity demanded by assuming the ceteris paribus. Ceteris paribus, that is other things remains same. When there is a change in these other things, the whole demand schedule and the demand curve undergoes a change. നമുക്കറിയാം ഈ ഒരു അതർ ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവ്, നമ്മുടെ ഡിമാൻഡും എല്ലാം മൊത്തത്തിൽ ചേഞ്ച് ആവും. സോ അതർ തിങ്സ് ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് ദി ലെവൽ ഓഫ് ദി ഡിമാൻഡ് കർവ്. ഒബ്വിയസ്ലി നമുക്കറിയാം അതർ തിങ്സ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യാം? പൊസിഷനെയും അതുപോലെ തന്നെ ലെവൽ ഓഫ് ദി ഡിമാൻഡ് കർവിനെ എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ചെയ്യാം. ആസ് എ റിസൾട്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദീസ് ഫാക്ടർ ഓർ ദ ഡിറ്റർമിൻസ് എ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് എബോ ഓർ ബിലോ ദി കേസ് മേ ബി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു ഡിമാൻഡ് കർവ് എടുക്കാം. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഇവിടെ നമ്മൾ പ്രൈസ് മെഷർ ചെയ്യും, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് മെഷർ ചെയ്യും. ഇവിടെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരാണെങ്കിൽ നമ്മൾ ഡിമാൻഡ് കർവിൻ്റെ മുകളിലാണ് എന്തുണ്ടാവുക? മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്നും കോൺട്രാക്ഷൻ എന്നും പറയും. എന്നാൽ പ്രൈസ് അല്ലാത്ത ഫാക്ടേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. പ്രൈസ് അല്ലാത്ത ഫാക്ടേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിട്ടും, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആയിട്ടേക്ക് നമ്മൾ പരിഗണിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും കണക്റ്റഡ് ആണ്.
ഡിമാൻഡ് കർവ് നമ്മൾ വരയ്ക്കുന്നത് ലോ ഓഫ് ഡിമാൻഡ് ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. സോ ഇവിടെ പ്രൈസ് 5-ൽ നിന്ന് 4 ആയി, 4-ൽ നിന്ന് 3 ആയി, 2 ആയി. ദെൻ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 5-ൽ നിന്ന് 10 ആയി, 10 ആയി, 15 ആയി, 20 ആയി. സോ നമുക്കറിയാം നമ്മുടെ പ്രൈസ് 5 ആകുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 5 ആയിരുന്നു. സോ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. ദെൻ നമ്മുടെ പ്രൈസ് 4 ആയി, 5-ൽ നിന്ന് 4 ആയി, ക്വാണ്ടിറ്റി ഡിമാൻഡ് 5-ൽ നിന്ന് 10 ആയി. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. ദെൻ നമ്മുടെ പ്രൈസ് ലെവൽ 4-ൽ നിന്ന് 3 ആയിട്ട് കുറഞ്ഞു. ദെൻ നമ്മുടെ ഡിമാൻഡ് 10-ൽ നിന്ന് 15 ആയി. സോ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ദെൻ നമ്മുടെ പ്രൈസ് ലെവൽ 3-ൽ നിന്ന് 2 ആയിട്ട് കുറഞ്ഞു. നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 15-ൽ നിന്ന് 20 ആയിട്ട് കൂടി. സോ നമുക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഈ ഒരു എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റ്സിനെ നമ്മൾ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിമാൻഡ് കർവ് കിട്ടും. ദാറ്റ്സ് എ ഡിമാൻഡ് കർവ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചത്? ഡിമാൻഡ് ഷെഡ്യൂളിനെയും ലോ ഓഫ് ഡിമാൻഡിനെയും ബേസ് ചെയ്തിട്ടാണ്. പ്ലസ് എന്താണ് സിറ്ററി പാരിബസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോ എന്താണ് പറഞ്ഞത്? വി കൺവേർട്ട് ജസ്റ്റ് എ മിനിറ്റ്. So we can convert this demand schedule into the demand curve by graphically plotting the various price and quantity combination where along the x-axis the quantity demanded is measured. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് മെഷർ ചെയ്തിട്ടുള്ളത്. വൈ ആക്സിസ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, വൈ ആക്സിസിൽ നമ്മുടെ പ്രൈസ് ആണുള്ളത്. ദെൻ പോയിന്റ് എ ബി സി ഡി ഡിമാൻഡ് കർവ് ആർ പ്ലോട്ടഡ് റെപ്രസെന്റിംഗ് ദ കോമ്പിനേഷൻ ഓഫ് ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രസന്റഡ് ഇൻ ദി എബോ ടേബിൾ. ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കർവ് വരച്ചത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം കേട്ടോ. ഈ ഒരു ടേബിളിനാണ് നമ്മൾ എന്ത് പറയുക? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. ഓക്കെ, ബൈ ജോയിനിങ് ദിസ് വേരിയസ് പോയിന്റ് എ ബി സി ഡി വി ഗെറ്റ് ദ കർവ് ഡി ഡി വിച്ച് ഈസ് നോൺ as the demand curve. Thus the demand curve is a graphic statement or the presentation of the quantity of the good demanded by the consumer at various possible prices in the period of time. ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ അല്ലേ? ദെൻ നമുക്ക് പോവാം. നമ്മൾ ക്ലാസ് ഏകദേശം കഴിയാനായി കേട്ടോ. യെസ്, ഈ ഒരു സ്ലൈഡും കൂടെ ഇറ്റ്സ് ഓവർ. യെസ്, എന്താ പറയുന്നത്? ഓൾസോ ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്. ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. മീൻസ് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ്? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അതുകൊണ്ടാണ് അത് ഡൗൺവേർഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആവുന്നത്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയല്ലേ ചെയ്യുന്നത്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയില്ലേ? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. രണ്ടും നമ്മൾ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. സോ ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതർ തിങ്സ് റിമൈൻ സെയിം. ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പിംഗ് ആവുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല മക്കളെ, ഇതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയാം. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിലോ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ സപ്ലൈ കർവ് എന്തായിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദാറ്റ് മീൻസ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും സപ്ലൈൻ്റെ കേസിൽ. അതെന്താണ്? പ്രൈസ് കൂടുമ്പോൾ പ്രൊഡ്യൂസർ എന്തെങ്കിലും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ രണ്ടും എന്താണ്? ഡയറക്റ്റ് ഓർ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് നമ്മുടെ സപ്ലൈൻ്റെ കേസിൽ അത് അപ്വേർഡ് ആവുന്നത്. എന്നാൽ ഡിമാൻഡിൻ്റെ കേസിൽ അത് ഡൗൺവേർഡ് ആവുന്നത് എന്തുകൊണ്ടാണ്? അത് തമ്മിൽ എന്താണ്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അത് ഡൗൺവേർഡ് ആവുന്നത് കേട്ടോ. So if any changes occurs in any other factors influencing the demand for the consumers than the price, അതായത് പ്രൈസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് സിറ്ററി പാരിബസ് അവിടെ വർക്കിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ദ പ്രൈസ് അതർ ദാൻ പ്രൈസ് ദ വോൾ ഡിമാൻഡ് ഷെഡ്യൂൾ ഓർ ദ ഡിമാൻഡ് കർവ്. നമ്മുടെ മൊത്തത്തിലുള്ള ഡിമാൻഡ് ഷെഡ്യൂൾ ആണെങ്കിലും ഡിമാൻഡ് കർവ് ആണെങ്കിലും വിൽ ചേഞ്ച് ആൻഡ് ദ ന്യൂ ഡിമാൻഡ് ഷെഡ്യൂൾ ഓർ ദ ന്യൂ ഡിമാൻഡ് കർവ് വിൽ ഹാവ് ടു ബി ഡ്രോൺ. അതായത് പ്രൈസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ മാറ്റം വരാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഡിമാൻഡ് ഷെഡ്യൂളിലും ഡിമാൻഡ് കർവിലും മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കണോമിക്കൽ അനലൈസിനെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസിനെ മാത്രം കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെ വർക്കിംഗ് ആവുന്നത് എന്താണ്? സിറ്ററിക് പാരിബസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കായിരുന്നു. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ളത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്സ് എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ എന്താണ് ലൈവുകളിലെല്ലാം തന്നെ നമ്മുടെ എക്കണോമിക്സിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അനലൈസ് ചെയ്യുന്നത്. സിമ്പിൾ കോൺസെപ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ലോജിക്കൽ വേയിൽ മനസ്സിലാക്കി എടുത്താൽ മതി. വലിയൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല, വളരെ ലോജിക്കലായി. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫൊക്കെ കാണുമ്പോൾ ടെൻഷനാവും. ഒരു ഇതുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് മക്കൾ പഠിക്കാം. പിന്നെന്താണ്, നമ്മൾ ഇതുകൊണ്ടൊന്നും നിർത്തൂല കേട്ടോ. നമ്മളിനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഈ ഒരു ബേസിക് തന്നെയായിരിക്കും. ടു ബി കണ്ടിന്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സോ എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് നിങ്ങൾ നോക്കുന്നുണ്ടാവും. ലോ ഓഫ് ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യുന്ന കേസുകൾ ഉണ്ടാവില്ലേ? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും എപ്പോഴും റിലേറ്റഡ് ആണോ? ചില സാധനങ്ങൾ നമുക്ക് അധികം ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ പ്രൈസൊക്കെ നോക്കുമോ?
അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യുന്ന കേസ് ഉണ്ട്. അപ്പോൾ എക്സ്റ്റൻഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക പിൻ ചെയ്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക മസ്റ്റായിട്ട് ആ ഒരു വീഡിയോ പോയി കാണാം. അതിൽ 3 എഫക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. വെബ്ലൻസ്, സ്നോബ്, അതുപോലെ തന്നെ ബാൻഡ് വാഗൻ എഫക്റ്റ്. 3 കേസുകളാണ് ലോ ഓഫ് ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യുന്ന കേസ്. വളരെ സിമ്പിളായിട്ട് നമ്മളെ മെസ്സിനെയും അതുപോലെ തന്നെ പല കോൺസെപ്റ്റിനൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് പറയുന്ന കോൺസെപ്റ്റാണ്. വളരെ സിമ്പിൾ, വളരെ രസമാണ് കേട്ടിരിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് പോയി കാണാം. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.